Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നോക്കാം. കൂടാതെ നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് ജസ്റ്റ് പോയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റോക്കിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്നൊരു 197 പോയിൻറ്റ്, ഓൾമോസ്റ്റ് 200 പോയിൻ്റ് ഒരു റാലിയാണ് നിഫ്റ്റിയിൽ നിന്നുണ്ടായിരുന്നത്. നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു റേഞ്ചാണ് ഈ ഒരുപാട് തവണ നിഫ്റ്റി റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് കയറിയതാണ്. അപ്പോൾ ഈ സപ്പോർട്ട് എന്നുള്ളത് പിന്നീട് നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ടെക്നിക്കലി നോക്കുമ്പോൾ ഇങ്ങനെ ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ് വരാറ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതേ റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി റിവേഴ്സലായത്. ഈ റേഞ്ചിൽ നിന്ന് റിവേഴ്സലായി വീണ്ടും ഇവിടുന്ന് ഒരു ബൈയിങ് മൊമെൻറ്റം വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ നല്ലൊരു ബൈയിങ് ആണ് വന്നത്. അതിനുശേഷം ഈ റെസിസ്റ്റൻസ് എടുത്തിട്ട് ഒന്ന് താഴത്തോട്ട് വന്നു. അതിനുശേഷം വീണ്ടും ഈ റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാൻ നല്ലൊരു സാധ്യത ഉണ്ട്. ജസ്റ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ മേലോട്ട് പോകാനുള്ള ഒരു സാധ്യത നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ കാണാനുണ്ട്. ഒരു വീക്ക്നെസ്, നമുക്ക് വലിയൊരു ഫോളൊന്നും നിഫ്റ്റിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ റേഞ്ചിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ സൈഡ് വേസിലോട്ട് പോവാം. സൈഡ് വേസ് ടു ഒരു പോസിറ്റീവ് ബയാസിൽ അങ്ങനെ മൂവ് ചെയ്യാനാണ് കൂടുതലായിട്ടും നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയിട്ടുള്ള സാധ്യത. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പാണ്. സ്മോൾ ക്യാപ്പ് ഇന്ന് നിഫ്റ്റിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഒരു 2% സ്മോൾ ക്യാപ്പ് ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു റേഞ്ചാണ് ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതേ പറഞ്ഞത് തന്നെ ഇപ്പോഴും അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ലൈന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പറഞ്ഞ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ റേഞ്ചിലോട്ട് വന്നു. ഈ റേഞ്ചിൽ നിന്ന് ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു ട്രെൻഡ് റെസിസ്റ്റൻസ് ആവുന്നു. അതിനുശേഷം ഈ റേഞ്ച് സപ്പോർട്ട് എടുക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നതാണ്. അതിനുശേഷം വീണ്ടും ഇവിടുന്ന് നല്ല രീതിയിൽ മേലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ചെറിയ കൺസോൾട്ടേഷൻ ആയിട്ട് വീണ്ടും അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പോകാനാണ് സ്മോൾ ക്യാപ്പിൽ. ഓൾ ടൈം ഹൈ അല്ല, അടുത്തൊരു റെസിസ്റ്റൻസിലോട്ട് പോകാനാണ് സ്മോൾ ക്യാപ്പ് കാണുന്നത്. ഇപ്പോൾ കണ്ടിടത്തോളം നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂ മന്ത്സ് മുമ്പ് നമുക്കറിയാം നിഫ്റ്റി അതുപോലെ മിഡ് ക്യാപ്പൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ബാങ്ക് നിഫ്റ്റിയൊക്കെ. സ്മോൾ ക്യാപ്പ് അധികം നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി ചിലപ്പോൾ സ്മോൾ ക്യാപ്പ് ആയിരിക്കും കുറച്ചുകൂടി നല്ല രീതിയിൽ മൂവ് ആവുക എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് സ്വിങ്ങിനും അത് കൂടാണ്ട് ഒരു മിഡ് ടൈം ലോങ് ടൈമിലേക്ക് പരിഗണിക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണ് നമ്മൾ നോക്കുന്നത്. ഒരു നല്ലൊരു ലോ ലെവലിൽ വാങ്ങാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. ഞാൻ ടെക്നിക്കലി മാത്രമാണ് പറയുന്നത്, അതിൻ്റെ ഫണ്ടമെൻ്റലി ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫണ്ടമെൻ്റലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ കൂടാതെ നമ്മൾ വെറും എന്താ പറയുക ചാർട്ടുകൾ അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണ്. കൂടാണ്ട് നമ്മൾ ഇതിനെ ഫണ്ടമെൻ്റലോ അതുപോലെ ബൈസെൽ റെക്കമെൻഡേഷനോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങളുടെ റിസ്ക് എടുത്തിട്ട് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം എൻട്രികളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. കൂടാതെ നമ്മളിങ്ങനെ പറയുന്നതൊക്കെ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കാണാൻ ശ്രമിക്കുക. കൂടാതെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ നല്ല ലൈവ് മാർക്കറ്റിലൊക്കെ വരുന്ന നല്ല ചാർട്ടുകളൊക്കെ അതിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അതൊരു പബ്ലിക് ഗ്രൂപ്പാണ്, നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. പെയ്ഡ് ഗ്രൂപ്പോ അങ്ങനെയൊന്നുമില്ല, ഫ്രീ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഓക്കെ, നമുക്ക് ആ ഒരു സ്റ്റോക്കിലോട്ട് പോകാം. സ്റ്റോക്കിൻ്റെ പേര് ജയ് ബാലാജി എന്നുള്ളൊരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇന്ന് 78 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചെറിയ വലിയ വിലയില്ലാത്ത 100 രൂപയുടെ താഴെയുള്ളൊരു സ്റ്റോക്കാണ്. ഇന്ന് ഈ ഒരു സ്റ്റോക്ക് ഒരു 9% അടുത്ത് ഈ ഒരു സ്റ്റോക്കിൽ നിന്നൊരു മൂവ് ചെയ്തിട്ടുണ്ട്. നിയർലി 10% മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. കൂടാണ്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ലോ ലെവലിൽ നിന്ന് കയറി വരുന്നൊരു സ്റ്റോക്കാണ് ഇപ്പോൾ കാണുന്നത്. ഈ റേഞ്ചിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വോളിയത്തോടെ സ്റ്റോക്ക് കയറി വരുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് മേലോട്ട് പോകുന്ന പോലെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീക്ക് ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, വീക്ക് ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ലോ ലെവലിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഏകദേശം അതിൻ്റെ ഓൾ ടൈം ഹൈ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 68-70% ലോവിലാണ് ഈ ഒരു സ്റ്റോക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇവിടുന്ന് കയറി പോവുകയാണെങ്കിൽ കുറച്ച് നാളത്തെ ഒരു കൺസോൾട്ടേഷൻ കൂടാണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചാർട്ടാണ്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്കൊരു ഒരു ബോട്ടം ഫിഷിംഗ് എന്നൊക്കെ പറയും ചില ആളുകൾ, അങ്ങനത്തെ ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. അതിനുശേഷം താഴത്തോട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ഈ റേഞ്ചിലോട്ടൊക്കെ വരികയാണെങ്കിൽ വീണ്ടും അടുത്ത പാർട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക. ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ മിക്കവാറും ഈ ഒരു സ്റ്റോക്ക് നമുക്ക് എൻട്രി വരുന്നത് ഒരു 80 രൂപയുടെ മുകളിലാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ രീതിയിൽ പ്ലാൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് എൻട്രിയും ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മിഡ് ടൈം ടു ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതലും സേഫ്.
കാരണം നല്ലൊരു ലോ ലെവലിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക്, കൂടാണ്ട് ഒരു നമ്മൾ പറഞ്ഞ പോലെ 70% ഒരു ഫോൾ വന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് മേലോട്ട് കയറുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ആ ഒരു 70% ഇല്ലെങ്കിൽ നമുക്കൊരു 50%, ഒരു 40% ഒക്കെ നമുക്ക് ഇന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു ഫ്യൂ മന്ത്സ്, ചിലപ്പോൾ ഒരു 6 മാസം 7 മാസം എടുത്തിട്ട് നമുക്കൊരു 20% മുകളിൽ കിട്ടിയാൽ തന്നെ വളരെ നല്ല റിട്ടേൺ ആണ്. നമുക്ക് ബാങ്ക് FD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായ 7-8% നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഒരു 6-7 മാസം കൊണ്ട് നമുക്കൊരു 10, 15, 20 കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് FD റിട്ടേണിനേക്കാളും കൂടുതൽ നല്ല റിട്ടേണും കിട്ടും. അത് നമുക്കൊരു റിസ്ക് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ ആ രീതിയിൽ കിട്ടുക. പക്ഷെ നമ്മൾ റിസ്ക് റിവാർഡൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. മാർക്കറ്റിൽ നമുക്ക് റിസ്ക് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പറയും റിസ്ക് ഇല്ലാത്ത ട്രേഡുകൾ ഒന്നുമില്ല. നമ്മൾ എന്തൊരു ഫീൽഡാണെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ മാത്രമേ വിജയിക്കുകയുള്ളൂ, അല്ലാണ്ട് റിസ്ക് എടുക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ജയ് ബാലാജി എന്ന് പറഞ്ഞ സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം, പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇത് സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ട്രേഡ് ചെയ്ത് 78.16 ഇപ്പോൾ എൻട്രി എടുക്കണ്ട. കാരണം നമ്മൾ എന്താ പറയാത്തത്, കാരണം ഈ റേഞ്ചിൽ നിന്ന് ഒരു സ്റ്റോക്ക് ഉണ്ട്, ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 80 മുകളിലിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലേഴ്സിൻ്റെ ആ ഒരു ഇത് കുറയും. ബയേഴ്സ് ഈ ഒരു സ്റ്റോക്ക് കയ്യിലെടുത്താൽ പിന്നെ ഈ സ്റ്റോക്ക് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. നമ്മൾ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെ വീഡിയോസ് ചെയ്ത് നമ്മൾ അധികം റീച്ചൊന്നുമില്ല. കാരണം ചെറിയൊരു ചാനലാണ്. ഇതിന് മുമ്പ് നല്ലൊരു ചാനൽ ഉണ്ടായിരുന്നു, അത് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ ശ്രമിച്ച കാരണം കൊണ്ട് അത് പൂട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളധികം ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെയിലി ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതാണ്. പൊതുവെ നമ്മൾ സൺഡേ ചെയ്യുന്നതാണ് വീഡിയോസ്. പക്ഷേ ഇന്നലെ കുറച്ച് തിരക്കും യാത്രയൊക്കെ പെട്ടത് കാരണം കൊണ്ട് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്